ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. ഇപ്പോൾ സമയം എത്രയായി നോക്കട്ടെ. സമയം 9:10. 9:10 ഈ വീഡിയോ ഇടുന്നത്. കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഒരു 4 മണി ആ സമയമാകുമ്പോഴുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യൂറിൻ ടെസ്റ്റ് ചെയ്തു, അതിലൊന്നും കുഴപ്പമില്ല. ടെസ്റ്റ് ചെയ്താലൊന്നും വിഷയമല്ല. പക്ഷേ ഇപ്പോൾ ഒരു ടെസ്റ്റ് കൂടി ഉണ്ട്, അത് 10:30 കിട്ടുള്ളൂ. അപ്പോൾ ആ 10:30 ടെസ്റ്റ് കിട്ടിയ കടലാസും കൊണ്ട് ഡോക്ടറെ കാണിക്കണം. ഇതുണ്ട്, ഇതിപ്പോൾ ഇത് വെട്ടിയിട്ടില്ല, കൈയിലത്തെ വെട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഇരിക്കുക. ഭയങ്കര തിരക്കാണ്. ഓരോന്ന് പ്രത്യേകിച്ച് തിങ്കളാഴ്ച അല്ലേ, ഓരോ രോഗം ആയിട്ട് ഒ.പിയിലൊക്കെ കാണിച്ചിട്ട് കാഷ്വാലിറ്റിയിൽ കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കുറേ. ഞാനങ്ങനെ തന്നെയായിരുന്നു. രാവിലെ വന്നു, രാവിലെ വീട്ടിൽ നിന്ന് ഒരു 9 മണിയാകുമ്പോൾ ഇറങ്ങി. 9 മണിക്ക് ഇറങ്ങിയിട്ട് ഒ.പിയിലൊക്കെ കാട്ടി. ഒ.പിയിൽ കാട്ടിയപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ എഴുതി തന്നു. പക്ഷേ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് ഇന്ന് എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നാളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഡോക്ടർ എക്സ്റേ എടുക്കാൻ എഴുതി തന്നു. അങ്ങനെ എക്സ്റേ എടുത്തിട്ട് സമയം വൈകി. എക്സ്റേ ഒക്കെ എടുത്ത് വന്നപ്പോൾ ടൈം എടുത്തു. അപ്പോൾ സർജൻ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ കാണിച്ച സർജനെയാണ് ഒ.പിയിൽ. പിന്നെ കാഷ്വാലിറ്റിയിൽ വന്ന് സർജനെ കാണിച്ചു. അവരവിടുന്ന് കുറേ ബ്ലഡിന് എഴുതി തന്നു. അങ്ങനെ ബ്ലഡ് കുറേ ടെസ്റ്റ് ചെയ്തു. പിന്നെ 2 എക്സ്റേ സെപ്പറേറ്റ് എടുത്തു. അങ്ങനെയൊക്കെ ഈ സമയം വരെ ആയി. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇവരൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10:30 ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി കിട്ടണം. അപ്പോൾ ടെസ്റ്റ് ചെയ്താലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ആശുപത്രിക്ക് പോരണതാണ്. വെറുതെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ വേദന വെച്ചിട്ട്. വേദന വരുമ്പോൾ ഈ ഗുളികകൾ കഴിക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ മെഡിക്കൽ കോളേജ് ഇവിടെ അടുത്ത് തന്നെയാണ്, വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആശുപത്രി. ഇങ്ങോട്ട് പോരുകയോ ചെയ്യാം. ഇങ്ങനെയാണ് പതിവ്. അതുകൊണ്ടിപ്പോൾ കുഴപ്പമില്ല, കുറവുണ്ട്. ഇന്നിപ്പോൾ സീരിയലും പ്രൊമോയൊന്നും നമുക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നാളെ നമ്മൾ പ്രൊമോ ഒക്കെ ഇടും കേട്ടോ. 2 ദിവസം പ്രൊമോ ഇടാണ്ടായപ്പോൾ തന്നെ കുറേ ആളുകളൊക്കെ പോയി ചാനലിൽ നിന്ന്. കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് എന്തിനാ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെങ്കിൽ ഒരാൾ പണ്ട് തൊട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെന്ന് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ ഒരു 1000 പേര് കാണും, 500 പേര് കാണുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ചുമ്മാ നമ്മളൊരു ചാനൽ, നമ്മുടെ ഒരു അക്കൗണ്ടിൽ നമ്മൾ കാര്യങ്ങൾ പറയണം. ഒരാളെങ്കിൽ ഒരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ എനിക്ക് വലിയ ഫാൻ ബേസ് ആയിട്ട് വന്നിട്ട് ലൈവ് ഇട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് സംസാരിക്കുക, അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഫാൻസ് കിട്ടാൻ നമ്മളതിന് മാത്രം വലിയ ആളൊന്നുമല്ലല്ലോ. നമ്മൾ സാധാരണ ഒരു വ്യക്തി ഉണ്ടോ. ഇപ്പോൾ പുറത്തു വന്നിരിക്കാൻ കേട്ടോ. അവിടെ ഇരുന്ന് ഇതായി ഒന്ന് കാറ്റക്കൊള്ളാൻ വേണ്ടി ഞാൻ പുറത്തു വന്നിരിക്കുക. കയ്യിൽ വെട്ടിയിട്ടില്ല. 10:30 ഡേറ്റ്, 10:30 ടൈം പറഞ്ഞിരിക്കുന്നത്. 10:30 നോക്കണ്ട, ഒരു 9:00 ആകുമ്പോൾ പോവും. 9:00 മുമ്പ് കിട്ടും. എന്നിട്ട് ഡോക്ടറൊക്കെ കാണിച്ച് ഈ കയ്യിലിട്ടിരിക്കുന്ന ഈ സംഭവമൊക്കെ ഊരി മാറ്റി, പിന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ അത് മേടിച്ച്, വണ്ടി ഇരിക്കുന്നത് അപ്പുറത്താണ്, അതായത് ഒ.പിയുടെ അപ്പുറത്താണ് ബൈക്ക് ഇരിക്കുന്നത്. അവിടെ പോയിട്ട് ബൈക്ക് എടുക്കണം. ബൈക്കാണെങ്കിൽ ഞാൻ ഹാൻഡിൽ ലോക്ക് ചെയ്തില്ല. ഇനി വണ്ടി ഉണ്ടോ അല്ലെങ്കിൽ കള്ളന്മാരല്ലോ കൊണ്ടായോ ഒന്നും അറിയില്ല. വണ്ടി എടുക്കണം. വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റില്ല, ആക്സിലേറ്റർ എത്തിയിട്ട് ടൈറ്റാ. തൊട്ടപ്പ ചോര വരും കൈ വന്ന്, വേണ്ട, തൊട്ടപ്പ ചോര വരും. അതുകൊണ്ട് വണ്ടി എടുക്കുന്നില്ല. വണ്ടി കൂട്ടുകാരന്മാരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഇത് കഴിഞ്ഞിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ടൊന്ന് അറിയിക്കണം വണ്ടി ഒന്ന് എടുക്കാനേ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാ? എന്താ ഇപ്പോൾ സീരിയലൊന്നും രേവതിയൊക്കെ പോയതുകൊണ്ടൊരു ഗുമ്മില്ല. പുതിയ രേവതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ?
എന്തൊക്കെയുണ്ട്? ഇന്നാണെങ്കിൽ പ്രൊമോ കാണാനും പറ്റിയില്ല. ദേവേനയുടെയും നയനയുടെ ഒക്കെ വിശേഷങ്ങളൊന്നും വലിയ രീതിയിൽ പറയാൻ പറ്റില്ല. രാവിലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആരും വീഡിയോ കാണണമെന്നില്ല. മുഖം കാണിച്ച് ചെയ്യുമ്പോൾ ആർക്കും വേണ്ട. അപ്പോൾ ഓക്കെ ചങ്കുള, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പോയിട്ട് ഇനി റിസൾട്ട് കിട്ടാൻ നോക്കണം. റിസൾട്ട് കിട്ടിയാൽ മേടിച്ചിട്ട് അതൊക്കെ വീട്ടിൽ പോകാൻ നോക്കട്ടെ. അപ്പോൾ ഒരു ലൈക്ക് അടിച്ച ആളുകൾക്ക് നന്ദി.